ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാവയ്ക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ സദ്യ ഐറ്റംസിൽ പച്ചടിയും കിച്ചടിയൊക്കെയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഓണസദ്യയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 3-4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്താൽ മതിയാവും. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ചെടുക്കാൻ പാകത്തിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കിച്ചടിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, തൈര് ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാവയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു അളവിലാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലും ചെറുതായിട്ട് കഷ്ണങ്ങളാക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പാവയ്ക്ക കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒട്ടും വെള്ളമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. 1-2 തവണയായിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാവയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ട് വരുമ്പം ഇതിൻ്റെ സൈസ് ഒന്ന് ചുരുങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല, പാവയ്ക്ക പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്, ഒന്ന് വാടി തുടങ്ങുന്നുണ്ട്. ഈ സമയം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും പാവയ്ക്ക ഫ്രൈ ആയിട്ട് വരുന്നത്. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സമയം വെക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പാവയ്ക്ക കിച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോൾ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. കട്ട തൈരാണ്. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഒന്ന് ജസ്റ്റ് വിപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ പാവയ്ക്കൊക്കെ ചേർത്തിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. ഇവിടെ തേങ്ങ അരച്ചത് ചൂടാക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതും ഒരു വ്യത്യാസമാണ് പച്ചടിയും കിച്ചടിയും തമ്മിൽ. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന വെളിച്ചെണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തതാണ്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കിച്ചടിക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കിച്ചടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്കയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സദ്യ ഐറ്റംസിൽ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പച്ചടിയും കിച്ചടിയും ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. മാത്രമല്ല നമ്മുടെ ചാനലിലെ മറ്റുള്ള ഓണസദ്യ റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്